ഹലോ മക്കളെ, ഇപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് മിസ് വന്നിട്ടുള്ളത്. നമ്മുടെ 8ാം ക്ലാസ്സിന്റെ റിസൾട്ട് നമുക്ക് ഇന്ന് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ കുറേ നാളായി നമ്മുടെ കുട്ടികളെല്ലാവരും കാത്തിരിയായിരുന്നില്ല, എന്നാ മിസ് റിസൾട്ട് വരാം, എന്നാ റിസൾട്ട് വരാം. നമ്മുടെ ലൈവ് ആയിക്കോട്ടെ അല്ലെങ്കിൽ വീഡിയോസ് ആയിക്കോട്ടെ, അതിൻ്റെ അടിയിൽ എല്ലാവരും വന്നിട്ട് നമ്മുടെ കുട്ടികളെ ചോദിക്കുന്ന ഒരു കാര്യമാണ്, മിസ് റിസൾട്ട് വരുന്നത് എന്നാന്നുള്ളത് അറിയൂ എന്നുള്ളത് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നാണ് മക്കളെ ആ ഒരു ദിവസം. ഇന്ന് നമുക്ക് നമ്മുടെ റിസൾട്ട് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു വർഷം നമുക്കറിയാം മിനിമം മാർക്ക് നിർബന്ധമാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മിനിമം 30% മാർക്ക് ഉള്ളവരെയാണ് പാസ്സായതായിട്ട് കണക്കാക്കുന്നത്. ഇനി അതില്ലാത്തവരുടെ കേസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വെക്കേഷൻ ടൈമിൽ 10 ദിവസത്തെ ഒരു ക്ലാസ് വീണ്ടും വെക്കുന്നതായിരിക്കും. അതിനുശേഷം വീണ്ടും എക്സാം എഴുതേണ്ടതായിട്ട് വരുന്നുണ്ടായിരിക്കും. അപ്പോൾ ആ ക്ലാസ്സുകൾ എങ്ങനെയായിരിക്കും നടത്തുന്നുണ്ടായിരിക്കുക, പിന്നെ അതേപോലെ തന്നെ എങ്ങനെയാണ് ഈ എക്സാംസ് ഒക്കെ വീണ്ടും കണ്ടക്ട് ചെയ്യുമ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് അടുത്ത ആഴ്ച അതിന്റെ ബാക്കിയുള്ള എല്ലാ ഇൻഫർമേഷൻസും പുറത്തേക്ക് വിടുന്നതായിരിക്കും. അപ്പോൾ ആ ഇൻഫർമേഷൻസ് ഒക്കെ നമ്മുടെ കയ്യിൽ കിട്ടിയ സമയത്ത് തന്നെ നമ്മളത് നിങ്ങൾക്ക് വേഗം തന്നെ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട, കറക്റ്റ് ഇൻഫർമേഷൻസ് അറിഞ്ഞ സമയത്ത് തന്നെ നിങ്ങളെ കറക്റ്റ് ആയിട്ട് തന്നെ അറിയിക്കുന്നതായിരിക്കും. ഇനി നിങ്ങളുടെ റിസൾട്ട് എങ്ങനെയുണ്ടായിരുന്നു, നിങ്ങൾ എല്ലാവരും പാസ്സായോ എന്നുള്ള കാര്യം മറക്കാതെ നമ്മുടെ കമന്റ് ബോക്സിൽ വന്നിട്ട് കമന്റ് ചെയ്യാം.